ഹായ് ഗേസ്. അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു ഐഫോൺ എടുക്കുക എന്നുള്ളത്. അത് ഇന്ന് നടത്താൻ പോവുകയാണ്. ഇന്ന് ഞാൻ ഐഫോൺ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിനെസ്സാണ്. എനിക്ക് അറിയണില്ല ഞാൻ തന്നെയാണ് ഇത് ചെയ്യണമെന്ന് പോലും. കാരണം ഇത്രയും എക്സ്പെൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരുന്നൊരു കാര്യം ഞാൻ അത് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കിത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു ഐഫോൺ അല്ലേ, ഇപ്പോൾ ചെറിയ കുട്ടികളോട് തടക്കണ്ട ഐഫോൺ എന്നുള്ളൊരു തോട്ടായിരിക്കും. ബട്ട് എനിക്കത് വലിയൊരു സംഭവമാണ് ഗെയ്സ്. അപ്പോൾ കുറേ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ ഞാനിപ്പോൾ അത് എടുക്കുന്നത്. എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, കുറേ ആഗ്രഹിച്ചതാണ്. ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ വീഡിയോ ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ഒരു ഐഫോൺ എടുക്കുക എന്നുള്ളത്. അങ്ങനെ തുടങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ഒരു സാധാ നോർമൽ ആൻഡ്രോയിഡ് ഫോണായിരുന്നു. പിന്നെ എനിക്ക് സാംസങ്ങിൻ്റെ ഫോണ് കിട്ടി. അത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലിയറും ക്ലാരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പിൽ ഞാനായിട്ട് ഞാൻ പോണത്, ഐമേറ്റിലാണ് പോണത്. അപ്പോൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. സംഭവങ്ങളൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെന്താ പറയുക, സന്തോഷം മാത്രം. പിന്നെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇടാനാണ് എൻ്റെ ഒരു പ്ലാന്. അങ്ങനെ നമ്മൾ ബാങ്കിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നേരെ പോയത് ഐമാറ്റിക്കാണ്. നമ്മൾ ഓഫീസിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ആവുമ്പോഴേക്കും അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വിളിച്ചു. അപ്പോഴാണ് ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ EMI ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ പ്രൊസീജിയേഴ്സൊന്നും അധികം ഇല്ല കേട്ടോ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ അവർ റീൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന പോലെ എനിക്കും ഒരു റീല് വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പൊലിവിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗെയ്സ്. ഞാനില്ലേ, ഇതൊരു പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല കേട്ടോ. കുറേ ആയിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ അവരുടെ ഫോണിൽ എടുത്തതാണ് കേട്ടോ, അവരെനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണും ഐഫോണും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഗേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാഷൊക്കെ കൊടുത്ത് ഫോൺ എടുക്കുക, അതൊക്കെ നമ്മൾ റീൽസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരുന്നു കേട്ടോ. പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഫോൺ മേടിക്കുന്നത്, അതല്ല ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ടോപ്പിക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഐഡിയ കൊടുത്ത് ഞാനായിരുന്നു ഗെയ്സ്. എനിക്ക് അങ്ങനെയൊക്കെ വേണമെന്നായിരുന്നു ഒരു ആഗ്രഹം. ഫൈനലി ഞാൻ എൻ്റെ ഐഫോൺ അൺബോക്സ് ചെയ്യാണ് ഗെയ്സ്. ഇതുണ്ടല്ലോ, ഈ ഒരു സ്റ്റിക്കർ ഇങ്ങനെ എടുക്കുന്നത് ഞാൻ കുറേ തവണ എൻ്റെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. കാരണം എനിക്കിത് എടുക്കുന്ന ഉറപ്പുണ്ടായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും. കാരണം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആഗ്രഹിച്ചിരുന്നു ഗെയ്സ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്പെൻസീവായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഗോൾഡാണ്. അത് ഞാൻ ഇതിൻ്റെ മുന്നേ സുചിത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഓരോ കുറികളിലൊക്കെ കൂടിയിട്ട് ഗോൾഡ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിക്ക് ഇതാ എൻ്റെ ഈ ഫോണും കൂടെ കേട്ടോ. ഇങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പണിയെടുത്ത പൈസയും കൊണ്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ ഗൈസ്, അത് പറഞ്ഞറിയിക്കണം കേട്ടോ. ഇനി ഇതിലും വലിയൊരു സർപ്രൈസും കൂടെ വരാനുണ്ട്, അത് ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പം അങ്ങനെ ഫോണിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ അവർ ഓക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഐഫോൺ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവർ അവിടെ നിന്ന് ഏകദേശം ക്ലിയർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 23-നാണ് ഞാൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നത്. വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ബാക്കി വിശേഷം നാളെ.